മലയാളിയുടെ ദൈനംദിന ജീവിതത്തിന്റെ താളം നിലയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിലയ്ക്കാറായോ എന്ന ഭയാനകമായ ചോദ്യത്തിന്റെ മുന്നിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. കേരളത്തിന്റെ തൊഴിൽ മേഖലയുടെ നട്ടെല്ലായിരുന്ന ബംഗാളികളും ആസാമികളും ഉൾപ്പെടെയുള്ള അതിഥി തൊഴിലാളികൾ പെരുമ്പാവൂരിലെ തെരുവുകളിൽ നിന്നും, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്നും, കൺസ്ട്രക്റ്റീവ് സൈറ്റുകളിൽ നിന്നും, ഹോട്ടൽ അടുക്കളകളിൽ നിന്നും നിശബ്ദമായി അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ അതിഥി തൊഴിലാളികളുടെ തിരക്കുകൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന നഗരങ്ങൾ ഇന്ന് ശൂന്യതയിലേക്ക് വഴിമാറുകയാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം, BJPയുടെ വിജയവും തങ്ങളുടെ ജന്മനാട്ടിൽ പുതിയൊരു ജീവിത സാഹചര്യം ഒരുക്കാമെന്ന ശുഭപ്രതീക്ഷയിലുമാണ് പലരും മടങ്ങിപ്പോയത്. വോട്ടിങ്ങിനായി നാട്ടിലേക്ക് പോയവർ തിരിച്ചു വരുവാൻ മടിക്കുന്നത് കേവലം അവധി ആഘോഷിക്കാനല്ല, മറിച്ച് സ്വന്തം മണ്ണിൽ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസം അവരിൽ ശക്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ മടങ്ങിയെത്താത്ത സാഹചര്യം കേരളത്തിലെ ഇൻഡസ്ട്രികളെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ പണികൾ പാതി വഴിയിൽ നിൽക്കുകയും ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും ചെയ്യുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തരത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത, അതിന്റെ വിലവർധന, പെട്രോളിന്റെ ഇന്ന് തന്നെ 3 രൂപയോളം കൂട്ടിയിട്ടുണ്ട്. കൊറോണ കാലത്തെ പോലെ അതിജീവിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. യാത്രകളും ആഭരണങ്ങളും ഉപേക്ഷിക്കണമെന്ന് പോലും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുമ്പോൾ എത്രമാത്രം സാമ്പത്തിക തകർച്ചയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടിരിക്കുന്നത്. ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അധികാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബസ് ഓപ്പറേറ്റർമാരുടെ സമരം തുടങ്ങാനിരിക്കുകയാണ്. സർക്കാരിന് വലിയ വെല്ലുവിളിയാകാൻ പോകുന്ന മറ്റൊരു കാര്യം KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന വാഗ്ദാനമാണ്. ഇത് നടപ്പിലാക്കിയാൽ ഈ ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ധനവിലയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് സ്വകാര്യ ബസ് ഉടമകൾക്ക് അത് മരണമണിയായി മാറുന്നു. ഇന്ധനത്തിനും ഗ്യാസിനും വില കുതിച്ചു വരുമ്പോൾ വരുമാനം നിലയ്ക്കുന്ന സ്വകാര്യ ബസ് മേഖല എങ്ങനെ അതിജീവിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നവുമാണ്. തൊഴിലാളികളുടെ അഭാവവും ഇന്ധനക്ഷാമവും സാമ്പത്തിക മാന്ദ്യവും കൂട്ടിച്ചേർന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കോൺഗ്രസ് സർക്കാരിന് സാധിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. പണമില്ലാത്ത ഖജനാവും പണിയില്ലാത്ത തൊഴിലിടങ്ങളും നിരത്തിലിറങ്ങാത്ത ബസ്സുകളും ചേർന്ന കേരളത്തെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുകയാണോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗൂഗിളിലെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും രാജ്യത്തെ സാമ്പത്തിക സൂചികകൾ താഴേക്കാണെന്നിരിക്കെ ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ 2000 വാർദ്ധക്യ പെൻഷൻ നിന്നും 3000 ആക്കുമ്പോഴൊക്കെ എത്ര കോടി കടമെടുക്കേണ്ടി വരും? അസാമാന്യമായ ഭരണതന്ത്രത്തിനെയും പുതിയ ഭരണകൂടത്തിന് VD സതീശനെ ആവശ്യമായി വരും.